ലെറ്റ്സ് ബിഗിൻ ദ പെൻ ഫൈറ്റ്. ജയിച്ചു കഴിഞ്ഞ് ട്രോഫി നിനക്ക് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഇതാര് പോയി അടിക്കും? ഞാൻ ഇവിടെ നിർത്തണം. ഈ പൊസിഷൻ ഇങ്ങനെ അടിച്ചാൽ മതി. അത് അങ്ങോട്ട്. ഓക്കെ. ഫസ്റ്റ് എൻ്റെ ആണേ. തട്ട്. എന്നാ പിടിച്ചോ. ഒന്നേ. നെക്സ്റ്റ്. പെട്ടെന്ന്. അല്ല, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പേനച്ചിട്ട് പറ. അല്ലല്ലയാ, അന്ന് അവര് വീട്ടിൽ വന്നില്ലേ, ചാരും അവന്തി. അവര് വീട്ടിൽ വന്ന സമയം അമ്മ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എന്തോ കാര്യം? ഒന്നിനൊക്കെ അവന്തി എന്തോ അമ്മയ്ക്ക് വലിയ രീതിക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെ ഇഷ്ടപ്പെട്ടു? എൻ്റെ സ്വഭാവം അങ്ങനെയല്ലേ? അല്ല, ചാരുവിനെ ഇഷ്ടപ്പെട്ട് വേണമെങ്കിൽ അവളെ കല്യാണം കഴിപ്പിക്കും. ചാരുവിനെ ഇഷ്ടപ്പെട്ട് അവളെ കല്യാണം കഴിച്ചുകൂടെ വീട്ടുകാര്. ഞാൻ അപ്പോഴേ പറഞ്ഞ്. എന്തോ പറഞ്ഞു? ഒന്നുമില്ല, നീ ഇങ്ങനെ പറഞ്ഞാൽ മതി. അവളെ വേറെ നോക്കുന്ന പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. അവളങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അവളങ്ങനെയൊന്നുമല്ല. നീ എല്ലാത്തിനും ചോദ്യം ഇങ്ങനെ ചോദിച്ചോ. ഞാൻ ഒരു കാര്യം പറയാൻ ചുമ്മാ ആവശ്യമില്ലാത്ത പരിപാടിയാണെങ്കിൽ കേട്ടല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തോണ്ട് നീ. എടാ, ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് പറ്റൂല എന്ന്. നീ പിന്നെ ടെൻഷൻ അടിക്കണം എന്തിന്? ഞാൻ എൻ്റെ അടുത്ത് കാര്യം പറയല്ലേ, ഇതാണൊന്നും പറയാത്ത. വീട്ടുകാർ പലതും പറയും. നന്ദനെ പോലെ ആരും ഇല്ല. ബാ തന്നെ നിനക്ക് വേണ്ടി ഞാൻ തോറ്റു തരും. ബോസ് കളിക്കുന്ന സൗണ്ട് എന്ത് ഭാഷ കൂള് വെച്ചിട്ട് വന്നിരിക്കണ്ടേ? പഞ്ഞി കോട്ടൺ പഞ്ഞി എന്ത് വെച്ചിരിക്കണേ? ബ്ലഡ് പല്ലെടുത്താ? കുഴപ്പമില്ല. ഇപ്പം നിന്റെ ഞാൻ പറഞ്ഞു അവിടെ സെക്രട്ടറിയേറ്റ് ഞങ്ങളെ പോകാൻ പറഞ്ഞു. സെക്രട്ടറിന്റെ അവിടെ പോകാൻ പറഞ്ഞു. നീ പോയാ? എനിക്ക് അക്കൂസിക്കാൻ മുട്ടിയത് പോയത്. നിനക്ക് മുട്ടി, എനിക്ക് കിട്ടി. ചെന്ന് കയറി കൊടുത്തു. അതെന്ത്? അവര് വിളിച്ചിട്ടല്ലേ ബോസ് പോയത്? എടാ, അത് തന്നെ പാർട്ടിക്കാർ വിളിച്ച് അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ട് മൈൻഡ് ഔട്ടായി. എതിർ പാർട്ടിയെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞു. അങ്ങനെ സ്ഥലത്ത് എന്നിട്ട് ഔട്ടാവാൻ നിൽക്കാൻ പറ്റുമോ? അത് കട്ട വെയിലത്തായതുകൊണ്ട് അറിഞ്ഞില്ല. ഒരു കഴുപ്പണം കട്ട ചെറുക്കൈ പ്ലക്കാർഡ് എടുത്ത് ഒറ്റ ആടി. 2 സ്റ്റിച്ച്. അടുത്തൊന്നാണ് ഇവർത്തിരിക്കാൻ 2 സ്റ്റിച്ച് തുടരുന്നു. എൻ്റെ ഓഫീസ് തന്നെ. അതിൻ്റെ ഓഫീസ് ഞാനിത് മുതൽ മിസ്റ്റർ ശ്യാം, നമ്മൾ തമ്മിൽ ജെന്റിൽമാൻ ഡീലിങ്സ് ആണ്. അതത്രേ ഉള്ളൂ. ആണല്ലോ. ശ്യാമിൻ്റെ ഓഫീസിൽ വഴി കൂടെ പോകണം കഴുപ്പണം കെട്ട ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങനെ വന്നിരുന്നു ഇരിക്കരുത്. പവികാന്തൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നു. കഴുപ്പണം കെട്ട ഏതെങ്കിലും ഒരുത്തൻ ശ്യാമിൻ്റെ ഓഫീസിൽ ഇങ്ങനെ കളിച്ചാൽ ശ്യാമിന് ഇഷ്ടപ്പെടും. അടിച്ചിറക്കും ഞാൻ സെക്യൂരിറ്റിയെ വിട്ട്. എനിക്കിപ്പോൾ അടിക്കാൻ വയ്യ. ഇത് സ്റ്റിച്ച് പൊട്ടും, ഇറങ്ങി പോകും. പോടാ. ഞാൻ ഈ ഓഫീസിലേ വർക്കണത്. ഇതെങ്ങനെ ബിസിനസ് വളർത്തിയ? അവൻ വിളിച്ചതിപ്പോൾ അവൻ്റെ ഓഫീസാണെന്ന്. ട്യൂബ് ലൈറ്റിൻ്റെ ബിസിനസ്സുകൾ തുടങ്ങാണ്ട. എണി പോ. വയ്യാത്തൊരു മനുഷ്യനും നീ 2 വന്ന് ജയിച്ചു പൊക്കും. പോട്ടാ. அடியநாடி ரொக்கம்பா பல்லாக்கு சிரிப்பா என் നെഞ്ചക്കിറുക്കുതടേ. എന്റെ പൊന്ന് കയ്യിൽ വിട്ടായിരിക്കും കോൺസെൻട്രേഷൻ പോന്ന്. നീ എന്താ പരീക്ഷ എഴുതണം? പരീക്ഷകൾ വലിയ കാര്യം എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇത്ര മാത്രം എഴുതാൻ മാത്രം? എന്താ എഴുതുന്നേ? ഒന്നുമില്ല. എന്തോ പറയടി. നിന്നോട് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോ റൂംമേറ്റ് ഒക്കെ അല്ല. പറ നീ. ഞാനേ എൻ്റെ ഈ വർഷത്തെ പ്ലാൻസ് ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ ഇതനുസരിച്ച് മുന്നോട്ട് പോയാൽ മതിയല്ലോ. അതാ 2024 എൻ്റെ ഈ എല്ലാ പ്ലാൻസും കംപ്ലീറ്റ് ചെയ്യണം. വലിയ പ്ലാൻസ് ഒക്കെ ആണല്ലോ. കേക്കട്ടെ എന്റെ ലിസ്റ്റ്. അതൊന്നും പുറത്ത് പറയത്തില്ല ഇപ്പം. പറവന്തി പറയണോ? പറ. ഈ വരുന്ന മാർച്ചിൽ എൻ്റെ ഫസ്റ്റ് ഫോറിൻ ട്രിപ്പ് പോകണം. ഇതൊക്കെ ഞാൻ പണ്ട് തീർത്താം. നെക്സ്റ്റ് അടുത്തത് ലൈസൻസ് എടുക്കണം. എന്നിട്ടൊരു സ്കൂട്ടി മേടിക്കണം. ആ സ്കൂട്ടിയിൽ ഒറ്റയ്ക്ക് എനിക്ക് എറണാകുളം വരെ പോകണം. എറണാകുളം വരെ അല്ലേ? ഇതൊക്കെ ഞാൻ പണ്ടേ തീർത്ത സാധനങ്ങളാണ്. ഇനി അടുത്തത്
നിനക്ക് അതിന് സ്കൂട്ടിയൊക്കെ ഓടിക്കാൻ അറിയാവോ? എനിക്ക് സ്കൂട്ടി അല്ല, എനിക്ക് ബുള്ളറ്റ് ഓടിക്കാൻ അറിയാം. ഞാൻ ബുള്ളറ്റ് ഓടിച്ച് ലഡാക്ക് വരെ പോയതാണ്, മണ്ടുസെ. നിന്റെ അടുത്ത പോട്ടെ. ഒന്നുമില്ല, എനിക്ക് പോയി എൻ്റെ മുന്നിൽ നിന്നിട്ട് പോ. പറ. ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ, ഇനി എൻ്റെ പ്ലാൻസ് ഒന്നും എൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല. ഓ, അല്ലെങ്കിൽ തന്നെ എനിക്കും ഓൾറെഡി എന്നെ പ്ലാൻ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, ട്രിപ്പൊക്കെ പോകാൻ പറ്റുമായിരുന്നു. നിന്നെ പോലെ എൻ്റെ വീട്ടിൽ എന്നെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുമല്ല. അതെന്താ മതി അങ്ങനെ ഒരു ഡോക്ക്? എൻ്റെ വീട്ടുകാർ അഴിച്ചു വിട്ടേക്കുന്നത്, എന്നെ അഴിച്ചൊന്നുമല്ല വിട്ടേക്കുന്നത്. പിന്നല്ലാണ്ട് എടി ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ, ഒരു പെണ്ണിന് വേറൊരു പെണ്ണിനോട് സ്നേഹം തോന്നുന്ന കാര്യം നമ്മുടെ വീട്ടിലറിഞ്ഞാലേ നമ്മുടെ അച്ഛനമ്മമാർ എന്താ ചെയ്യുന്നത്? എൻ്റെ വീട്ടിൽ എന്താ ചെയ്യുന്നത്? എൻ്റെ അമ്മയാണെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടിന് കത്തിക്കുത്തി കേസാണ്, അപ്പോഴേ വിട്ട് തീർക്കുമല്ലോ. പക്ഷെ നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഇതിന് ഫുൾ സപ്പോർട്ടല്ലേ? അതാ ഞാൻ പറഞ്ഞ ഇങ്ങനെ അയച്ചു വിട്ടേക്കാന്നു. അതിൻ്റെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടുകാർക്ക് അറിയത്തില്ല. ചുമ്മാതല്ല നീ ലൈഫൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നത്. വീട്ടുകാരറിയാത്തതും ഒരു തെറ്റും ഇങ്ങനെ അയച്ചു വിട്ടേക്കുന്നതിന്റെ ഭാഗമൊക്കെയാ. അതത്ര നല്ലതൊന്നും അല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളേർക്ക്. അവന്തി, നമുക്ക് ഈ ടോക്ക് ഇവിടെ നിർത്താം. നീ നിന്റെ പ്ലാൻസ് റെഡിയാക്ക്, ഓക്കെ? അതാ നല്ലത്. നിന്നോട് പറയാമെന്ന് എന്നെയാണ് ആദ്യമേ അടിക്കാനൊക്കെ ഉണ്ട്. നീ ഇങ്ങനെ നടക്കാത്ത സ്വപ്നങ്ങളൊക്കെ ഇരുന്ന് എഴുതും സമയങ്ങൾ. ഹലോ, നടത്തി കാണിക്കും അവന്തിക. ഈ വർഷം തന്നെ ഈ സ്വപ്നങ്ങളെല്ലാം അവന്തിക നടത്തി കാണിക്കും കേട്ടോ. നടത്ത് ഇരുന്ന് എഴുതിട്ടോ. ഇത് നടത്തി കാണിച്ചാൽ ഈ കല്ലൂന്റെ വക ഒരു ഗ്രാൻഡ് ട്രീറ്റ് ഉണ്ടാവും നിനക്ക്. ഓടി വന്നതാ ഉപദേശിക്കാൻ. അവിടെ പോണം. തങ്കപ്പം വില്ലേതാണോ? അതെ, ഇതാണല്ലോ. ഓക്കെ. ആരാ മനസ്സിലായില്ല? എൻ്റെ പേര് ജിത്തു എന്നാണ്. എൻ്റെ ഫ്രണ്ട് പിങ്കി ഇവിടെ ഉണ്ട്, അപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് വിളിക്കാവോ? ഓ, പിങ്കിയുടെ ഫ്രണ്ടായിരുന്നോ? ആക്ച്വലി പറഞ്ഞാൽ ഞാനും ആ കൊച്ചും നല്ലൊരു ടേംസിലല്ല. അത് മാത്രമല്ല എനിക്ക് വിളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇയാളുടെ നമ്പർ ഉണ്ടാവില്ലേ? ഫോൺ നമ്പർ ഉണ്ട്, ഒന്ന് വിളിച്ചു നോക്കിക്കോട്ടെ. എൻ്റെ ഫോൺ ഓഫാ, അതുകൊണ്ടാ. ഓഫാണോ? എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ അമ്മാവൻ്റെ അടുത്ത് പോയി പറയാം വിളിക്കാൻ. അമ്മാവനാ? ഏതമ്മാവൻ? എൻ്റെ അമ്മാവൻ. അമ്മാവൻ എങ്ങനെ പിങ്കിനെ അറിയാം? അമ്മാവൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ കെയർ ടേക്കർ ആണ്. പുള്ളിയാണ് പിങ്കിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ മനസ്സിലായി. ഓക്കെ. ആ കുട്ടിയുടെ ഫ്രണ്ടാന്നല്ലേ പറഞ്ഞത്? അതെ. എന്നാലേ ഞാൻ പറയണോണ്ടൊന്നും തോന്നരുത്. ആക്ച്വലി പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുവാണ്. തൻ്റെ ആ ഫ്രണ്ടിന്റെ സ്വഭാവേ ഒട്ടും ശരിയല്ല. അത് മാത്രമല്ല, ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എപ്പോൾ എന്താണ് സംസാരിക്കേണ്ടത് ഒന്നും ആ കൊച്ചിനല്ല. സത്യം പറഞ്ഞൊരു വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു കൊച്ചാ. അതുകൊണ്ട് പറ്റാണ് ആ ഫ്രണ്ടിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം എങ്ങനെയാണ് ആൾക്കാരോട് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളത്. കേട്ടോ? അപ്പൊ ഞാൻ അമ്മാവനെ വിളിച്ചിട്ട് അതൊരു ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തോളൂ. ശരി, ഓക്കെ. പിന്നെ എക്സ്ക്യൂസ് മീ, കുടിക്കാൻ വല്ല ചായ, കോഫി, എനി കൂൾ ഡ്രിങ്ക് സംതിങ് ഉണ്ടാവുമോ? പിങ്കിയുടെ ഗസ്റ്റ് അല്ലേ, അപ്പൊ പിങ്കി വന്നിട്ടൊന്ന് പിങ്കി എടുത്ത് ചോദിച്ചാൽ മതി, പുള്ളിക്കാരി ഇട്ട് തരും. ശരി. ഈ വർഷത്തെ കർഷകശ്രീ അവാർഡെങ്കിലും എങ്ങനെയെങ്കിലും വാങ്ങിക്കണം. എന്നിട്ട് വേണം എന്നെ കളിയാക്കിയവന്മാരെ മുമ്പ് നട്ടൽ വരത്ത് തല വരത്ത് നടക്കാൻ. അയ്യോ, പാമ്പല്ല. അയ്യോ, നാട്ടുകാരെ, വീട്ടുകാരെ ഓടി വാ, എന്റെ അമ്മാവനെ പാമ്പ് കടിച്ചു. പേടിക്കണ്ട, ആശുപത്രി കൊണ്ടുപോകാം. അയ്യേ, ഇത് പാമ്പ് കടിച്ചല്ല, ഉറുമ്പാണ് കടിച്ചത്. ഉറുമ്പായിരുന്നോ? അതിനാണ് അമ്മാവൻ ഇങ്ങനെ ഇടന്ന് വിളിച്ചത്. അത് ഉറുമ്പ് കടിച്ച വേദന എടുക്കൂലേ? വേദന എടുക്കൂലെന്ന്? അയ്യോ, നാട്ടുകാർക്ക് ഇപ്പൊ ഓടി വന്ന് എന്ത് ചെയ്യും നമ്മള്? അത് കുഴപ്പമില്ല മോളെ, നിനക്ക് എൻ്റെ അടുത്ത് സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ വിളിച്ച് പറഞ്ഞത്, കുഴപ്പമില്ല. അതെ, ഒരു ചെറുക്കൻ വന്ന അവിടെ ഇരിപ്പുണ്ട്. ഒരു ചെറുക്കനാ? യാ ചെറുക്കൻ? മറ്റേ
പിങ്കിനെ കാണാൻ വന്നത്. ഞാൻ പിടിച്ചത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അമ്മ വേം വാ. പിങ്കിനെ കാണാനാ? ആ. അങ്ങനെ പിങ്കി ആർക്കും കാണാനൊന്നും പറ്റൂല. മുതലാളി പ്രത്യേകം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതാണ് ഈ കൊച്ചിനെ ആരെങ്കിലും അന്വേഷിച്ച് വന്നാൽ കാണിക്കരുതെന്ന്. അതെന്തിനാ, അവളും ടെററിസ്റ്റ് വല്ലതും ആണോ? അയ്യ അങ്ങനെയല്ല, എറണാകുളത്ത് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാണ് മുതലാളി പറഞ്ഞത്. ഇതൊക്കെ ചുറ്റുകളി ഉണ്ടായിരുന്നു ഈ കൊച്ചിന്. അതുകൊണ്ട് ഇവിടെ ആര് വന്നാലും കൊച്ചിനെ കാണിക്കില്ലെന്ന് പ്രത്യേകം വിളിച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓഹോ, ഈ കറക്റ്റ് ഇങ്ങനത്തെ തന്നെ കാറ്റഗറി പിള്ളേരെങ്ങനെ ഇങ്ങോട്ട് കയറി വന്നേ? അത് അമ്മാവനെ കറക്റ്റ് സമ്മതിക്കണം, കണ്ടുപിടിച്ചോണ്ട് തന്നെയല്ലേ. ഓ, അതെൻ്റെ തലവേദി മക്കളെ, എൻ്റെ തലവേദന അതല്ലേ. അതുകൊണ്ടല്ലേ നിങ്ങളെല്ലാവരും കൂടി എന്നെ തേടി ഇങ്ങെത്തുന്നത്. എന്തിപ്പോ പറഞ്ഞേ? ആ കൊള്ളാം. അപ്പൊ അമ്മ ഞങ്ങളെയൊക്കെ അങ്ങനെ തന്നെ കാണുന്നല്ലേ? അയ്യോ മോളെ, ഞാൻ അങ്ങനെയല്ല മോളെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പറയല്ലേ. അമ്മ അവന് കൂടുതലൊന്നും പറയണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതല്ല മോളെ ഞാൻ കാര്യം അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കിനി ഒന്നും കേൾക്കണതേ. ആ ചെറുക്കൻ അവിടെ നിന്ന് നിൽപ്പുണ്ട്, എന്താന്ന് വെച്ചാൽ അമ്മാവൻ ചെയ്തോ. മോളെ അങ്ങനെ പറയാതെ മോളെ, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. മോളെ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ലെന്നാണ് പ്ലീസ്. പിന്നെ കണ്ണിക്കണ്ട പെൺപിള്ളേരെ കാര്യത്തിൽ ഇത് ചെയ്യണല്ലോ എൻ്റെ പണി. അത് മാത്രമല്ല, ഞാൻ ആ പെങ്കൊച്ചിന്റെ PA ഒന്നുമല്ല. അതുകൊണ്ട് കാര്യമായിട്ട് ചെന്നിട്ട് എന്താന്ന് വെച്ചാൽ പറയാം, എനിക്ക് ഒന്നും കേൾക്കണ്ട. ശരി, എനിക്കറിയാം നീ സെക്രട്ടറി PA ഒന്നും അല്ല. ഇവിടെ എനിക്ക് ഒരുപാട് ജോലി ഉള്ളതുണ്ടല്ലേ. ആ ചെറുക്കൻ നീ ഇവിടെ അങ്ങനെ ഒരു പെണ്ണ് ഇല്ലാന്ന് പറഞ്ഞു ആയാ പോട്ട്. ആ, ഞാൻ ഓൾറെഡി പറഞ്ഞു അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് അവനെ പിടിച്ച് അവിടെ ഇരുത്തിയത്. എന്താന്ന് വെച്ചാൽ ചെയ്തു, എനിക്കൊന്നും അറിയാം. എടി മോളെ, എടി പിണങ്ങി പോ, ഒന്ന് പറ എടി. എവിടെ? ഞാൻ ഇവിടെ ഇരുത്തിയിട്ട് അമ്മാവിന്റെ അടുത്തേക്ക് വന്നത്. അത് എന്നെ ചോദിച്ചത്. നീ ഇവിടെ കൊണ്ട് ഇരുത്തിയെന്ന് പറഞ്ഞവൻ എവിടെയെന്നാണ് ചോദിച്ചത്. പോയി കാണോ അമ്മാവാ? പോയി കാണോ? ഏയ് കിടന്നില്ലേ നീ? എന്ത് വര മന്ദബുദ്ധിയാവുമ്പോ വേണം. എന്തേ ഈ ബൈക്ക് പിന്നെ ആരെ? ഇതാ ചെറുക്കൻ വന്ന വണ്ടിയാ. നല്ല വണ്ടിയല്ലേ? അവനെ കാണാൻ നല്ല ഫ്രീക്ക് ഇറക്കാം. മുടിയൊക്കെ ഒരുമാതിരി കിളിക്കൂട് പോലെ ഇരിപ്പുണ്ട്. മുടി കിളിക്കൂടെ ഒരു ചെറുക്കം വിടാന്ന് എവിടെ പോയെന്ന് ആർക്കറിയാം? എവിടെ കയറി പോയതോ? ദാ നോക്ക്, പ്രകൃതി രമണീയമായി കിടക്കുമല്ലേ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് സൈഡ്. അവിടെ എവിടെയൊക്കെ നടക്കാൻ പോയിട്ടോ വന്നോളായിരിക്കും. കളിക്കല, എനിക്ക് ഒരുമാതിരി വരാനാട്ടോ. അവളെ സൗണ്ടല്ലേ ഇത്? ദൈവമേ, ഇനി എന്തായിരിക്കും പ്രശ്നം? മോളെ മക്കളെ, അവന്തി വേണേ. ബോധം പോകുന്ന അമ്മ തോന്നുന്നു. അയ്യോ അവന്തി മോളെ, നീ ഒരു കാര്യം ചെയ്യും മോളെ, കുറച്ച് വെള്ളം എടുത്തിട്ടോ മോളെ. ഡേ അവന്തി മോളെ, പെട്ടെന്ന് എടുക്കേ. ഒരു മിനിറ്റ് മോളെ. കല്ലുവാണോ? എടി നീ എപ്പോഴും ഇതിനകത്ത് കുത്തിരിക്കണമെന്ന് പുറത്തറിയിച്ചിട്ട് വെള്ളം എടുക്കാനാ? എന്തോന്ന്? നീ അപ്പുറത്തേക്ക് എടുത്തോട്ടോ, പോ മോളെ അങ്ങോട്ട്. മക്കളെടി മോളെ. അയ്യോ ബോധമില്ലല്ലേ. ഞാൻ ഉർമിള ചേച്ചിരുന്നത് എന്ത് പറയും? എടി മക്കളെ, മോളെ ചാരു മോളെ, മോളെ എടി മോളെ അവന്തി മക്കളെ മക്കളെടി എടി എടി മോളെ എടി എന്ത് പറ്റിയേ? അവന്തി എന്താ പറ്റുന്നത്? എന്ത് പറ്റിയടി? എനിക്ക് എന്ത് പറ്റി? എടി നീ ഇവിടെ എന്തിനു വിളിച്ചത്? അതിൽ നമ്മൾ ഓടി വന്നത്. സൗണ്ട് ഉണ്ടാക്കി. എന്ത് കാര്യം തോന്നുന്നു? അത് പിന്നെ അമ്മാവാ, ഞാനിവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നപ്പം എന്നിട്ടാ രൂപ എവിടെ? എനിക്ക് അറിഞ്ഞൂടാ അമ്മാവാ. എന്റെ അമ്മാവ ചിലപ്പോ അതൊക്കെ അവളെ തോന്നലായിരിക്കും. അല്ല, ദേ ആ ഇവിടെ സൈഡിൽ നിന്നിട്ട് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയത്. എന്നിട്ട് എവിടെ മക്കളെ? അത് തന്നെ അമ്മാവ ഞാനും നോക്കുന്നേ. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. എന്തോ എവിടെ ഇരുന്ന് നീ ഇത്ര നേരം? ആ, ഇവിടെ നടന്നവല്ലോ നീ അറിഞ്ഞോ? ഞാൻ ടെറസിൽ നിൽക്കണ്ടായിരുന്നല്ലോ. അല്ല, നീ എങ്ങനെ ഇവിടെ? അപ്പൊ പിന്നെ അതിൻ്റെ അകത്താരാമാവാ? അയ്യോ, അപ്പൊ അതിന് തരൂപായിരിക്കും. മക്കളെ എന്ത് സംഭവിച്ചാൽ അങ്ങോട്ട് പറയല്ലേ? മര്യാദയ്ക്ക് അറിയാ, ചവിട്ടി പൊളിക്കും. ചവിട്ടി പൊളിക്ക്, പൊളിക്ക്. ചവിട്ടി പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നാക്കണം നമ്മളല്ലേ? നമ്മുടെ പൈസ പോകൂലേ? ഒന്ന് ഇറങ്ങി വരാൻ പറ.
മര്യാദയ്ക്ക് ഇറങ്ങി വന്നോ, അല്ലെങ്കിൽ ഈ വാതിൽ ഞാൻ തീയിടും. ഞാൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ പിള്ളേരോട് ചോദിച്ചു നോക്ക്. ഒന്ന് നോക്കണ്ട മോൾ. തീട്. ഇവനാ? ഹായ്. ആടാ നീ? ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന ആളെ പറഞ്ഞോട്. തന്നോട് ഞാൻ താഴെ ഇരിക്കാനല്ലേ പറഞ്ഞേ, താഴെ ഇങ്ങോട്ട് കയറി വന്നത്. അതെനിക്ക് പിന്നെ അർജന്റ് ആയിരുന്നു, അതാ ഞാൻ കയറി വന്നത്. നിനക്ക് അർജന്റ് എന്ന് പറഞ്ഞ പെമ്പിളേന്റെ ബാത്റൂമിലാണ് പറഞ്ഞത്, അല്ലെങ്കിൽ താഴെ പോയിക്കൂടി, അല്ലെങ്കിൽ പുറത്ത് പോയിക്കൂടി, നിനക്ക് വെളിയിൽ പോയിക്കൂടി. അർജന്റ് അല്ലെന്ന്, എനിക്ക് പിങ്കിയെ കാണാൻ അർജന്റ്. അപ്പൊ അങ്ങനെ കയറി തപ്പി വന്നത്. അപ്പൊ ഈ കൊച്ചി കിടക്കണം സർക്കസ് കാണിക്കണം. അത് സർക്കസ് ഒന്നുമല്ല, ക്ലാസിക്കൽ ഡാൻസാ. ആ അതിനങ്ങനെയും പറയാലോ, സോറി ഏട്ടാ. ഇതൊക്കെ പറ ഇയാളാരാ? ഞാൻ പിങ്കിയുടെ വേണ്ടപ്പെട്ട ആള്. പിങ്കി മങ്കിയൊന്നും ഈ റൂമിലല്ല, അപ്പുറത്തെ റൂമിലാ. മങ്കിയോ? ഇങ്ങോട്ട് നോക്ക്, ഇതിവിടെ പെമ്പിള്ളേർ മാത്രം താമസിക്കുന്ന വീടാണ് കേട്ടാ. ഇവിടെ അനുവാദം ഇല്ലാതെ ഇങ്ങനെ കയറി വരാനും പാടില്ല. ഞാൻ ഭയങ്കര സ്ട്രീറ്റാണ്. സ്ട്രീറ്റ് അല്ല, സ്ട്രിക്റ്റ് അങ്ങള്. അതെ, അമ്മാവന് കാര്യങ്ങളൊക്കെ അറിയാം, കൂടുതലൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കണ്ട, ഞാൻ ഇവിടെ ട്രൈ ട്രാക്കറാണ്, അറിയാമോ? പിങ്കിനോ കുങ്കിനോ ആരാന്ന് വെച്ചാൽ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു വിടാൻ നോക്ക്. നിന്നെ കാണുമ്പോഴേ എൻ്റെ അണ്ണൻ്റെ മോനെ പോലെ തോന്നുന്നു കേട്ടാ. അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞത്, ഇല്ലാതുകൊണ്ട് കയറ്റിക്കളയുന്നേ. എന്റെ സോദനക്കാരനോടാ ചോദിച്ചു നോക്ക് കേട്ടാ. വാ പോ, നടന്നു. ഡേ, ഈ ചെറുക്കനെ കണ്ടിട്ടാണ് നീ പേടിച്ച് ഇവിടെ ബോധം കെട്ട് വീണത്. അയ്യേ, ഇടി പിന്നെ വൈക്കോൽ കൂന പോലിരിക്കുന്നവനെ കണ്ട് ആരെങ്കിലും പിടിച്ചു വീഴുള്ളൂടി. എന്റെ ഉള്ള ജീവൻ അങ്ങ് പോയി. പോട്ടെ. പിങ്കി മോളെ, മോളെ താണ്ട് മോളെ പരിചയക്കാരൻ വന്നിരിക്കുന്നു. എന്താണ് എന്നെ എന്തിനാ അടിക്കണത്? ഇതാണ് നിന്റെ പരിചയക്കാരി എന്ന് പറഞ്ഞത്? ഞങ്ങള് വേണ്ടപ്പെട്ടവരാണെന്നേ. എന്തിനാണ് നിന്നെ കണ്ടത് പട്ടി അടിക്കുമ്പോൾ അടിച്ചത്? അത് വിളിക്ക് സ്നേഹം കൂടുമ്പോ സ്ഥിരവള്. നീ പറയരുത്, അത് പിങ്കി മോള് പറഞ്ഞു. മോളെ എന്താ മോക്കറിയാമോ അവനെ? അവനൊരു സ്നേഹം ഉണ്ടാ? അങ്കിളെ, എനിക്ക് ഇവൻ ആരെന്ന് പറയില്ല. അല്ല, ഇത് ആരാ അങ്കിളെ? പിങ്കി, don't do that. Just chill, babe. Don't mind me, okay? അങ്കിളെ, എനിക്ക് ഇവൻ ഏതൊന്നും അറിയില്ല. എടി തമാശ കളിക്കല്ല, നീ കുറെ നേരം കിടന്നിട്ട്. എന്ത് തമാശ അങ്കിളെ? ഞാൻ തമാശ പറഞ്ഞല്ല, എനിക്ക് ഇതാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ നീ കള്ളത്തരം പറഞ്ഞിട്ട് പെമ്പിളുള്ള വീടുകളൊക്കെ കയറി ഇറങ്ങുന്നവനാണ് നീ? ഈ കള്ളത്തരം പറഞ്ഞല്ലാണ്, ഞങ്ങള് വേണ്ടപ്പെട്ടവരാണ് ഉള്ളതാണ് പറഞ്ഞത്. പിങ്കി, എനിക്ക് അറിയില്ല അങ്കിളെ. നീ എന്നെ മണ്ടനാക്കി നോക്കണടാ. ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങ് മണ്ടനാണെന്ന്. നീ പറയോ മണ്ടനെന്ന്? വേണം പറയാം. എന്റെ പൊന്നങ്ങൾ ആക്ച്വലി പക്ഷെ ഇതുപോലെ ആദ്യമായിട്ടാണ്. എനിക്ക് നിന്നെ അറിയില്ല. മര്യാദക്ക് എവിടെന്ന് വെച്ചാ പോയി ജീവിച്ചോ. എൻ്റെ അണ്ണൻ്റെ മോൻ്റെ പ്രായമുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. താങ്കൾ വിചാരിക്കണ അത്ര ചീപ്പ് പയ്യനൊന്നുമല്ല കേട്ടോ. ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞവനെ. ഇവിടെ നീ കുടുംബത്തിന്റെ കാര്യമൊന്നും പറയില്ലേ, കുടുംബ മഹിമയുടെ കാര്യമൊന്നും പറയരുതേ. പെമ്പിളന്റെ ബാത്റൂമിൽ കയറിയിരിക്കണോ എൻ്റെ കുടുംബ മഹിമ? ഓ ഓക്കെ, ഞാൻ പോവാന്ന്. പാ അല്ലെങ്കിൽ നാട്ടുകാരെന്ന് അടി വാങ്ങിച്ചു പിടിക്കുന്നേ. പാ അങ്ങനെയൊന്നും ഞാൻ ചുമ്മാ പോകത്തില്ല. I love you. ആരാ? ജിത്തു. ജിത്തു ആർക്ക് കൊടുത്തോണ്ടിരുന്നു? എന്റെ ഗേൾഫ്രണ്ടിന്. ഏത് ഗേൾഫ്രണ്ട്? എന്റെ ഗേൾഫ്രണ്ടിന് ഫ്ലൈങ് കിസ് കൊടുത്തെന്ന്.
ഗേൾ ഫ്രണ്ടിന് ഫ്ലൈങ് കിസ് കൊടുത്തത് ഏതാ ഗേൾ ഫ്രണ്ട്? ഡേയ്, ഇത് പോടാ. ഓടാന്നാ ചേടാ, ഇത് വലിയ കഷ്ടമല്ലട ഇത്. ശ്ശേ. ഇത് ക്യാമറ ആർക്ക് ഫ്ലൈങ് കിസ് കൊടുക്കുന്നു? ചാരു അവൻ ചാരുവിനായിരിക്കല്ലേ. ഇവിടെയും ടൈറ്റ് കോമ്പറ്റീഷനാണ്. ദൈവമേ, സമാധാനം കിട്ടും. ചാരുവല്ല